നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. മുഖം മൂടുന്ന പർദ്ദയായ നിഖാബ് നിരോധിക്കണമെന്ന് എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ എം.എൻ. കാരശ്ശേരി. നിഖാബ് ധരിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന വാദത്തോട് യോജിക്കാനാവില്ല. നിഖാബ് സ്ത്രീയെ കരിങ്കുപ്പായത്തിൽ കുഴിച്ചുമൂടുന്ന പരിപാടിയാണെന്നും സ്ത്രീവിരുദ്ധവും ഇസ്ലാമിക വിരുദ്ധവുമാണെന്നും കാരശ്ശേരി പറഞ്ഞു. പ്രിയദർശിനി ബസ്സിൽ മുഖം മൂടുന്ന പർദ്ദയിട്ട് ഒരു പുരുഷൻ കയറിയാൽ എങ്ങനെ തിരിച്ചറിയുമെന്നും കാരശ്ശേരി ചോദിച്ചു. പർദ്ദയ്ക്ക് എന്താ കുഴപ്പം? അത് സ്ത്രീ വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ ഇവർക്ക് സാമൂഹ്യ ജീവിതം നിരോധിക്കുന്ന ഒരു സംഗതിയാണ്. സ്ത്രീക്ക് സാമൂഹ്യ ജീവിതം വേണ്ട. എത്ര കുറച്ച് ആളുടെ മുഖത്തെ ഈ മുഖം മൂടിയുള്ളൂ. കഴിയുന്ന വേഗം ഈ മുഖം മൂടുന്ന പർദ്ദ നിരോധിക്കണം. ഞാൻ പറയുന്നത് ഹിജാബിനെതിരായിട്ടല്ല, മക്കനയ്ക്കെതിരായിട്ടല്ല, തട്ടത്തിനെതിരായിട്ടല്ല. അതൊക്കെ ഇടാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും പലപ്പോഴും ഇസ്ലാമിക നിയമങ്ങളിലെ പല കാര്യങ്ങളെയും ഇത്തരത്തിൽ തുറന്നെതിർക്കുകയും പരിഷ്കരണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത എഴുത്തുകാരൻ കൂടിയാണ് കാരശ്ശേരി. കാരശ്ശേരി പുതിയ ഒരു വിഷയം അത് നേരത്തെയും പറയുന്ന കാര്യം തന്നെയാണ്. എന്തായാലും തുറന്നു പറയുകയാണ്, അത് പരസ്യമായി തന്നെ പറയുകയാണ്. ഇത്തരത്തിൽ മുഖം മൂടുന്ന തരത്തിലുള്ള പർദ്ദ നിരോധിക്കണം എന്ന തരത്തിലേക്ക് അദ്ദേഹം നിലപാട് സ്വീകരിക്കുക. രുചിഷ്, ഈ വിഷയത്തിൽ നേരത്തെയും എം.എൻ. കാരശ്ശേരി പ്രതികരണം നടത്തിയിട്ടുള്ളതാണെങ്കിലും ഇത്തവണ അത് കുറച്ചുകൂടി കാർക്കശ്യത്തോടു കൂടിയും ശക്തമായി പറയുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് മുഖം മൂടിയുള്ള പർദ്ദ എന്ന് പറയുന്നത് ഒന്ന് അത് ഇസ്ലാമിക വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമാണ്. ചില ആളുകൾ ഇതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരുടെയും വസ്ത്രധാരണം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ ഇതിനെ ആ രീതിയിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. മുഖം മൂടിയുള്ള പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയില്ല. അടുത്ത് ഇരിക്കുന്നത് ആരാണ് എന്ന് അറിയാനുള്ള അവകാശം അവർക്കുണ്ട്, ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും നിരോധിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം ചില ഉദാഹരണങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പോൾ പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. അപ്പോൾ ഈ പർദ്ദയിട്ടൊരു ഒരാൾ കയറിക്കഴിഞ്ഞാൽ, ഒരു പുരുഷൻ കയറിയാൽ എങ്ങനെയാണ് അവരെ തിരിച്ചറിയാൻ കഴിയുക? അവരുടെ മുഖംമൂടി മാറ്റാൻ പറഞ്ഞാൽ അത് വലിയ വിവാദമായി മാറും. പരീക്ഷാ ഹാളുകളിൽ, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരാളെ തന്നെ കാണാതായ ഒരു പരാതി ഉണ്ടെങ്കിൽ മറ്റാളുകൾക്ക് അവരെ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് ഇതിനെല്ലാം സാധിക്കുക? അപ്പോൾ ഇത് മനുഷ്യത്വരഹിതവും അതോടൊപ്പം തന്നെ അത് സ്ത്രീ വിരുദ്ധവും ഇസ്ലാമിക വിരുദ്ധവുമാണ് എന്നുള്ളതാണ് എം.എൻ. കാരശ്ശേരി ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതായത് സ്ത്രീകളെ കരിങ്കുപ്പായത്തിൽ കുഴിച്ചു മൂടുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്തരത്തിൽ മുഖം മൂടിയിട്ട പർദ്ദ ധരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം അതേപോലെ തന്നെ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും തട്ടമിടുന്നതിനെയോ മക്കനയിടുന്നതിനെയോ ഹിജാബ് ധരിക്കുന്നതിനെയോ, അതായത് ശിരോവസ്ത്രം ധരിക്കുന്നതിനെയോ ഒന്നും താൻ എതിരല്ല. പക്ഷേ നിഖാബ്, അത് മുഖംമൂടിയിട്ട പർദ്ദ ധരിക്കുന്നത് അത് നിരോധിക്കുക തന്നെ വേണം. അത് ഒരു നിയമപ്രശ്നം കൂടിയാണ്. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നതിൻ്റെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു നിയമപ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല, നിരോധിക്കണം എന്നുള്ളതാണ് എം.എൻ. കാരശ്ശേരി വ്യക്തമാക്കുന്നത്. പ്രസാദ്, ഇത് പ്രത്യേകിച്ച് വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു കാര്യമാണ്. അത് സ്വതന്ത്രമായി തന്നെ സ്ത്രീകൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട് കൂടിയാണ്. അതിനെ കൂടുതൽ ഒരു സാമൂഹ്യ തലത്തിലേക്ക് ചർച്ച കൊണ്ടുവരിക എന്ന ഉദ്ദേശം കൂടി കാരശ്ശേരിക്കുണ്ട്. തീർച്ചയായും അത് സമൂഹത്തിൽ ചർച്ചയാക്കുക എന്നുള്ളത് തന്നെയാണ് എം.എൻ. കാരശ്ശേരി ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം എല്ലാ ആഴ്ചയിലും ഓരോ വിഷയങ്ങളിൽ സാമൂഹ്യ പ്രതികരണങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ നടത്തി വരാറുണ്ട്. ഇത്തവണ തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ മുഖം മൂടിയിട്ട പർദ്ദ ധരിക്കുന്നത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. ആകെ 4.5 മിനിറ്റ് നീളുന്ന ആ വീഡിയോയിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഇത് പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കടന്നാൽ ഒരാളുടെ സാമൂഹിക ജീവിതം റദ്ദാക്കുന്ന തരത്തിലേക്കാണ് ഇങ്ങനെ പോകുന്നത്. ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഇത്തരത്തിൽ കണ്ണ് മാത്രം കാണിച്ചുകൊണ്ട് പൂർണ്ണമായും മുഖംമൂടിയിട്ട പർദ്ദ ധരിക്കുന്നത് ഏത് അവസ്ഥയിലാണ്? അപ്പോൾ ചില ആളുകൾ അതിനെ ന്യായീകരിക്കുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നെല്ലാമാണ് പറയുന്നത്. പക്ഷേ അതിനകത്തൊരു നിയമപ്രശ്നമുണ്ട്. ആ നിയമപ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അവർ അടുത്തിരിക്കുമ്പോൾ, ഇപ്പോൾ മുഖംമൂടിയിട്ട് പർദ്ദയിട്ട മറ്റൊരാളുടെ അടുത്തിരിക്കുമ്പോൾ അത് ആരാണ് എന്ന് അറിയാനുള്ള അവകാശം അവർക്കുണ്ട്. കാരണം അത് ചിലപ്പോൾ പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നതാകാം. അതിനാണ് അദ്ദേഹം ഉദാഹരിച്ചുകൊണ്ട് പ്രിയദർശിനി ബസ്സിൽ ഒരാൾ കയറിയാൽ എങ്ങനെയാണ് ആ കണ്ടക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയുക? ഇനിയിപ്പോൾ അത് മുഖംമൂടി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാൽ അതൊരു മറ്റൊരു വിവാദമായി മാറുന്ന സാഹചര്യമുണ്ട്. ഒരു ട്രെയിൻ യാത്ര നടത്തുമ്പോൾ, അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ മുഖംമൂടിയിട്ട് പർദ്ദ ധരിച്ച ഒരാളെ കാണാതായ ഒരു സംഭവം ഉണ്ടായാൽ എങ്ങനെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും? അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രായോഗികമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. മറ്റൊന്നുകൂടി എടുത്തു പറയുന്നുണ്ട്, ഇത് ഇസ്ലാമിക
ഇസ്ലാമിക വിരുദ്ധമാണ് എന്നതുകൂടി അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ 10-25 വർഷത്തിന് മുമ്പ് ഇത്തരം വസ്ത്രധാരണം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇത് വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു തരത്തിലും ഇസ്ലാമികമാണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ തട്ടമിടുന്നതും ശിരോവസ്ത്രം ധരിക്കുന്നതുമെല്ലാം അതിന്റെ ഭാഗവും അതിനെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊന്നും എതിർപ്പില്ല എന്നതുകൂടി എം.എൻ. കാരശ്ശേരി ആവർത്തിച്ച് ശക്തമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എതിർപ്പ് എന്ന് പറയുന്നത് മുഖംമൂടിയിട്ട പർദ്ദ അത് നിരോധിക്കണം, അതിന് ചില നിയമപ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതെ, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരുപാട് നിലപാട് സ്വീകരിച്ച ചേകന്നൂർ മൗലവിയുടെ ഒരു തിരോധാന സംഭവത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രതികരണം നടത്തുകയും തുടർച്ചയായി ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്ത ഒരാൾ കൂടിയാണ് കാരശ്ശേരി. കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചേകന്നൂർ മൗലവിയെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു ഓർമ്മ പങ്കുവച്ചതും കൂടി മനസ്സിലാക്കിയാണ്. ആ നിമിഷം കൂടിയാണ് ഇത്തരത്തിലൊരു ചർച്ച കൂടി അദ്ദേഹം പറയുകയും ചെയ്തത്. തീർച്ചയായും എം.എൻ. കാരശ്ശേരി ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് മതപരിഷ്കരണം അതോടൊപ്പം തന്നെ അതിനകത്ത് നടക്കുന്ന ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെ തന്നെ ചേകന്നൂർ മൗലവിയുടെ അനുസ്മരണ ദിനത്തിൽ അദ്ദേഹത്തിന്റെ വാർഷികത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഇതുവരെയും അക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ള വിമർശനം അദ്ദേഹം ഉയർത്തിയിരുന്നു. അപ്പോൾ ഓരോ വിഷയത്തിലും അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത്തവണ ഈ വിഷയത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെയൊക്കെ പ്രതികരണം ചോദിച്ചപ്പോൾ അവർ പെട്ടെന്ന് ഇതിനകത്ത് തൽക്കാലം പ്രതികരിക്കാനില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എം.എൻ. കാരശ്ശേരി ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആ നിലപാട് ആവർത്തിക്കും, അല്ലെങ്കിൽ അതിനെതിരെ അദ്ദേഹം വളരെ ശക്തമായി തന്നെ ഇതിനെതിരെ മുന്നോട്ട് വരും എന്നാണ് കരുതുന്നത്. സ്വാഭാവികമായും മതസംഘടനകളും സമുദായ സംഘടനകളും എല്ലാം തന്നെ ഈ വിഷയത്തിൽ പ്രതികരണം നടത്താനുള്ള സാധ്യതയും കൂടുതലാണ്. ശരി പ്രസാദ്, എന്തായാലും വലിയ ഒരു തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് എതിരെയും അനുകൂലിച്ചും വരുന്നുണ്ട്. അത് പലതരത്തിലാണ്. കാരണം ഹറമിൽ മുഖം മറക്കാതെയാണ് ആളുകൾ പോകുന്നത്, ഇവിടെ മാത്രം എന്തിനു മുഖം മറക്കുന്നു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം ഇതൊക്കെ ഓരോ ആളുകളുടെ വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പലതരത്തിൽ അത് കാരശ്ശേരിയുടെ നിലപാടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയുള്ള പ്രതികരണങ്ങൾ വ്യാപകമായിരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം കാരശ്ശേരി കാലങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ തുറന്നു പറയുകയും ഇത്തരം വിഷയങ്ങളിൽ അത് പരിഷ്കരണത്തിനൊക്കെ വേണ്ടി വാദിക്കുകയും ചെയ്ത ആളാണ്. ചേകന്നൂർ മൗലവി അടക്കമുള്ള ആളുകളെ അതിനുവേണ്ടി തിരോധാനം നടന്ന ആളുകളാണ്. അത്തരത്തിൽ ഈ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്കെതിരെ തുടർച്ചയായി തന്നെ നിലപാട് സ്വീകരിച്ച ഒരാളാണ് എം.എൻ. കാരശ്ശേരി എന്ന